ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിപാടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്കൂൾ കോഡുകൾ, അതായത് സബ്ജക്ട് കോഡുകൾ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കറക്റ്റ് കണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏറ്റവും മികച്ച ബെസ്റ്റ് സ്കൂളുകൾ, ഞാൻ ഈ പറഞ്ഞ സബ്ജക്ട് കോഴ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുള്ള സ്കൂളുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ അടുത്ത, അതായത് നമ്മുടെ HSCAP സ്റ്റാർട്ട് ചെയ്താൽ, നിങ്ങളുടെ +1 അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ അഡ്മിഷന്റെ പരിപാടിയൊക്കെ നടത്തേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ 1.5 മാസം നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു മാസം പിടിച്ചോ, 1.5 മാസത്തേക്കൊന്നും പോകണ്ട, നമുക്ക് അഡ്മിഷൻ വേഗം കിട്ടട്ടെ. ഒരു മാസം നിങ്ങൾ നിരന്തരം സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റാണ് hscap.kerala.government.in. HSCAP എന്ന് സെർച്ച് ചെയ്ത് കിട്ടും. ആ വെബ്സൈറ്റിൽ സ്കൂൾ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്. ആ സ്കൂൾ ലിസ്റ്റ് എടുക്കുക. ആ സ്കൂൾ ലിസ്റ്റിൽ നിങ്ങളുടെ ജില്ല അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ സ്കിൽ നിങ്ങൾ കാണുന്ന പോലെ, ഇപ്പോൾ ഞാൻ ഇവിടെ കോഴിക്കോട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് കാണാം. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താലും അവിടെ സ്കൂൾ കോഡ് കാണാം. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നൊക്കെ അത് സ്കൂളിലെ കോഡുകളാണ്. സ്കൂളിലെ പേര്, അത് ഗവൺമെൻറ്, ടൈപ്പ് ഓഫ് എന്നാണ്. പിന്നെ മൂന്നാമത്തെ കോളം നോക്കി നിങ്ങൾ, സ്കൂൾ ടൈപ്പ് മാനേജ്മെന്റ് ആണ്, പിന്നെ ഗവൺമെന്റ് ആണോ എന്നുള്ളതാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ ഗവൺമെന്റ് കോളേജാണ് കാണുന്നതൊക്കെ. പിന്നെ അത് ഗവൺമെന്റ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എയ്ഡഡ് സ്കൂൾ കാണും. ഗവൺമെന്റും എയ്ഡഡ് സ്കൂളിൽ പോകാം, ഒരു കുഴപ്പമില്ല. അവിടെ ഫീസ് ഒന്നും കൊടുക്കേണ്ട, നല്ല സ്കൂളാണ്. പ്രൈവറ്റ് സ്കൂളാകുമ്പോൾ ഒന്ന് താഴോട്ട് പോകാം. അപ്പോൾ ഈ ഗവൺമെന്റ് മിക്കവാറും മെജോറിറ്റി ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ താലൂക്ക് ഡിസ്ട്രിക്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട് ഈ കോഴ്സ് കോഡ് കണ്ടത് നിങ്ങൾ 1, 10, 34, 39. ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് ഗേൾസ് സ്കൂളാണ്. അപ്പോൾ ഗേൾസും ബോയ്സും നമ്മൾ എന്താണ്, ഒരു മിക്സ്ഡ് സ്കൂളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗേൾസ് സ്കൂൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് രണ്ടാമത് നോക്കി നിങ്ങൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈസ്റ്റിൽ കോഴിക്കോട്, അത് കോ എഡ്യൂക്കേഷൻ, രണ്ടുപേർക്ക് ഒരേപോലെയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗേൾസ് സ്കൂൾ മാത്രമാണ്. അപ്പോൾ അതും കൂടി നോക്കണം. ബോയ്സ് അവിടെ ഗേൾസ് സ്കൂളിൽ പോയി കൊടുക്കാൻ പാടില്ല. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് 1ഉം 2ഉം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതാണ് ഈ ഓരോ കോഡ്? ഇപ്പോൾ നിങ്ങൾ നോക്കി, നിങ്ങൾ ഒന്ന് ഏതാ, സയൻസ് ആണെന്ന് നമുക്കറിയാം. 10 സയൻസ് ആണെന്ന് നമുക്കറിയാം. 34, 39 ഏതാണ് കോമ്പിനേഷൻ നമുക്കറിയാം അല്ലേ? ആ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ കോഴ്സ് കോഡ് ഉണ്ടല്ലോ, അത് നിങ്ങളെ കയ്യിൽ വേണം. ഇപ്പോൾ ഒന്ന് ഏതാ? നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ്. 10 ഏതാ? ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. അപ്പോൾ അവിടെ സയൻസിന് ഏത് സയൻസ് ഉള്ളത്? നോർമൽ സയൻസ് ആണ്. ബയോളജി സയൻസ് ആണുള്ളത്, ബയോളജിയും മാത്സും ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ സ്കൂൾ നോക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ അടുത്ത കോഡ് ഏതാ? അടുത്ത കോഡ് 34. 34 നമുക്കറിയാം, ഏതുമായി ബന്ധപ്പെട്ട 34? സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിറ്റി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതും ഹ്യൂമാനിറ്റീസ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഹ്യൂമാനിറ്റീസ് അവിടെ ഉണ്ട്. ഇനി അടുത്ത് പിന്നുള്ളത് 39 കോമേഴ്സ് നമുക്കറിയാം അല്ലേ? എന്താണ് കോമേഴ്സിൽ ഏതാണ് 39 അവിടെ വരുന്ന ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള കോമേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്കൂളും കോഴ്സും നിങ്ങളെ തൊട്ടടുത്തുള്ള സ്കൂളും അവിടുത്തെ കോഴ്സ് കോഡ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ജില്ലത്തും കാണാം. ഞാൻ അവിടെ കോഴിക്കോട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ എൻ്റെ നാട് കോഴിക്കോടാണ് കൊടുത്താണ്. ഓക്കെ, അപ്പോൾ അവിടെ ഓരോ മികച്ച സ്കൂളിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സ്കൂളുകൾ ഇപ്പോൾ നിങ്ങൾ കൊടുവള്ളി നോക്കൂ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവള്ളി കോഴിക്കോട്. അവിടെ ഒരുപാട് കോഴ്സ് ഉണ്ട്. 1, 2 എത്ര ഉണ്ട് അവിടെ? അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അവിടെ 1 ഏതാ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആണ്. പിന്നെ 9 ഏതാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജിയിലാണ്. അവിടെ ഒറ്റ ബാച്ചേ ഉള്ളൂ, ഒക്കെ ഒരു ബാച്ചാണ്. ഇനി ഹിസ്റ്ററി, എക്കണോമിക്സ് നോക്കി നിങ്ങൾ, ജേർണലിസം, ഇംഗ്ലീഷ്, ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോളജി, അതാണ് 35. അതുപോലെ തന്നെ 36 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ആണുള്ളത്. എന്നാൽ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കോമേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ കൊടുവള്ളി സ്കൂൾ ഒരുപാട് കോഴ്സുകൾ. അപ്പോൾ പല സ്കൂളിൽ, ചില സ്കൂൾ ആകെ 1, 2, 3 കോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സ്കൂൾ ഒന്നിലധികം കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ സ്കൂളുകൾ ഇതേപോലെ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ജില്ല അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ താലൂക്ക് ആണ് ഇവിടെ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ അടുത്ത് ഞാൻ കോഴിക്കോട് പകരം മലപ്പുറം സെലക്ട് ചെയ്യാം. ഇത് കുറച്ച് ലോഡ് ചെയ്യാൻ ചെറിയൊരു സമയം എടുക്കും കേട്ടോ. നിങ്ങൾ മലപ്പുറത്ത് പിന്നെ പാണ്ടിക്കാട് ഗവൺമെന്റ് HSS സ്കൂൾ, പാണ്ടിക്കാട്, മലപ്പുറം. അവിടെ നോക്കൂ, അവിടെ ഏതൊക്കെ കോഴ്സാണുള്ളത്? 1, 10, 34, 38, 39. ഏതാ? നമുക്കറിയാം, നോർമൽ ബയോളജി സയൻസ് ആണ്. 10 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി ഉള്ള പിന്നെ നമ്മുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണ്. 38, 39 അതായത് 2 കോമേഴ്സ് ഉണ്ട് അവിടെ. ഏതൊക്കെ? ഒന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കോമേഴ്സും ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉള്ള കോമേഴ്സും അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളെ തൊട്ടടുത്തുള്ള ഏറ്റവും സ്കൂളുകളും അവിടെ കോഴ്സുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം, അതായത് 25-ാം തീയതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സമയമെടുത്ത് എങ്ങനെ ചെയ്യേണ്ട, ഒരു ബുക്ക് എടുക്കുക. ആദ്യം ബുക്ക് എടുക്കുക, സ്കൂളിന്റെ പേര്, സ്കൂളിലെ കോഡ് എഴുതി വെക്കുക, സ്കൂളിന്റെ പേര് എഴുതി വെക്കുക. കാരണം സ്കൂളിലെ കോഡായിരിക്കും നിങ്ങൾ എവിടെ അടിച്ചു കൊടുക്കേണ്ടത്,
പിന്നെ നിങ്ങളെ അലോട്ട്മെന്റിന്റെ ഓൺലൈൻ ചെയ്യുമ്പോൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ സ്കൂളിലെ കോഡ് എഴുതി വെക്കുക, സ്കൂളിലെ പേര് അടിച്ചു വെക്കുക. അവിടെ ആ കോഡ് എഴുതി വെക്കുക. ഇനി ഒന്നാണെങ്കിൽ ഒന്നിന് നേരെ അത് ഏത് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കോഡ്, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ കോഴ്സിന്റെ കോമ്പിനേഷന്റെ കോഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ലിസ്റ്റ് ആദ്യം തയ്യാറാക്കണം. അല്ലാതെ അലോട്ട്മെന്റ് ദിവസം ലിസ്റ്റ് നിങ്ങൾ ഓൺലൈനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തിരഞ്ഞു നോക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അത് നിങ്ങൾക്ക് പല സ്കൂളിൽ ചില മിസ്സായി പോകും. സ്കൂളിൽ കൊടുക്കേണ്ട ഓർഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് എല്ലാ ഫ്രണ്ട്സും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എങ്ങനെ നോക്കാം. ഇതിന് ലിങ്ക്, ഡയറക്റ്റ് ലിങ്ക് താഴെ കൊടുക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ ലിസ്റ്റിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഈ രീതിയിലൊക്കെ നന്നായി നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു കാര്യത്തിന് പോവുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അലോട്ട്മെന്റ് റിലേറ്റഡ് എല്ലാ സംശയങ്ങളും താഴെ കമന്റ് ചെയ്തോ. ഓരോ കമന്റും, നിങ്ങളുടെ പല കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, അതിനൊക്കെ റിപ്ലൈ ഉള്ള വീഡിയോസ് 1 by 1 ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.